എല്ലാവർക്കും പുതിയൊരു ജോബ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ജോബ് ന്യൂസ് എന്ന് വെച്ചാൽ AI എയർപോർട്ട് സർവീസിൻ്റെ കീഴിലായിട്ടുള്ള ഒരുപാട് തസ്തികകളിലേക്ക് അവർ ജോബിന് വേണ്ടിയിട്ട് ക്ഷണിച്ചിരിക്കുകയാണ്. അപ്പോൾ എക്സാമും കാര്യങ്ങളൊന്നും അല്ല നമ്മൾ പറയുന്നത്, അതിൽ മെയിനായിട്ട് പറയുന്നത് ഇൻ്റർവ്യൂ ആണ് എന്നാണ്. പക്ഷേ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വളരെ അടുത്ത് പോയിട്ടുണ്ട്. ഞാൻ ഈ ഒരു ന്യൂസ് അറിയാൻ കുറച്ച് വൈകിപ്പോയി. സോ ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് 12, 14, 16 ഇതിന് മുമ്പായിട്ട്, അതായത് 12-ാം തീയതിക്ക് മുന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യണം. അതെന്താണെന്ന് വെച്ചാൽ ഈ 12, 14, 16 ദിവസങ്ങളിലാണ് മെയിൻ ഇൻ്റർവ്യൂ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ, ഒരുപാട് വിവിധ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് തസ്തികകളാണ്. ഒരൊറ്റ കാറ്റഗറിയിലോട്ടല്ല ഇത് അപേക്ഷ. പക്ഷേ AI എയർപോർട്ട് സർവീസിൻ്റെ കീഴിലായിട്ടുള്ള ഒരുപാട് ജോലിയിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. പോസ്റ്റ് നെയിം എന്ന് പറയുമ്പോൾ ഒരുപാട് തരത്തിലുള്ള ജോലികളുണ്ട്. യൂട്ടിലിറ്റി ഏജൻറ്റ് കം റാമ്പ് ഡ്രൈവർ, ഹാൻഡിമാൻ, സർവീസ് എക്സിക്യൂട്ടീവ് അത് ഒരുപാടുണ്ട്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണിത്. അപ്പോൾ ഇതിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണം, എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്നൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടാവും. അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ സ്റ്റാർട്ടിംഗ് ഡേറ്റ് 28-ാം തീയതി ആയിരുന്നു. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 12, 14, 16 ജൂലൈ 2024 സോ നമ്മൾ എത്രയും വേഗം ഇത് അറിയുന്നവർ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ഈ ന്യൂസ് അറിഞ്ഞു കഴിഞ്ഞാൽ അറിയാത്തവർക്ക് വേണ്ടി നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഏതൊക്കെ വേക്കൻസി ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, അതും വിവിധ തരത്തിലുള്ള ജോബ് കാറ്റഗറിയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ വായിച്ചു നോക്കുക. ഓരോ കാറ്റഗറിയിലും എത്ര ഒഴിവുകളുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ നമുക്ക് നോക്കുമ്പോൾ ഒരുപാട് ഒഴിവുകൾ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇതിൻ്റെ സാലറി ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ സാലറി ഡീറ്റെയിൽസും മറ്റും നിങ്ങൾ പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കുക. ഓക്കെ, ഇപ്പോൾ ഓരോ കാറ്റഗറിയിലുള്ളവർക്കും ഓരോ ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് വായിച്ചു നോക്കാം. രണ്ടാമതെന്ന് പറയുന്നത് ഒഫീഷ്യൽ വെബ്സൈറ്റ്, അതായത് നമ്മുടെ AI എയർപോർട്ട് സർവീസ് ലിമിറ്റഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. ഇനി വായിച്ച് നോട്ടിഫിക്കേഷനൊക്കെ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാൻ ഒഫീഷ്യലായിട്ട് അപ്ലിക്കേഷൻ ഫോമില്ലേ, ഒഫീഷ്യലായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന യോഗ്യത ആയിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള അപ്ലിക്കേഷൻ ഫോമിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷനൊക്കെ വായിച്ച് കറക്റ്റാക്കി എല്ലാം മനസ്സിലായവർക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അതായത് നമുക്ക് എക്സാമും കാര്യങ്ങളൊന്നും അല്ല എന്നാണ് പറയുന്നത്. എക്സാം അല്ല, എന്താണ്, ഇൻ്റർവ്യൂ ആണ്. ഓക്കെ, ജോബ് ലൊക്കേഷനായിട്ട് വരുന്നത് മുംബൈ ആണ്. കാരണം നമ്മുടെ AI എയർപോർട്ട് സർവീസ് മുംബൈയിലായിരിക്കും. അപ്പോൾ മുംബൈയിലായിരിക്കും വരുന്നത്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ജോബാണ്. ഓക്കെ, അപ്പോൾ 22 മുതലാണ് നമുക്ക് പെർ മന്തായിട്ട് തുടക്കത്തിൽ വരുന്ന ശമ്പളം. വേക്കൻസീസ് ടോട്ടൽ എല്ലാ കാറ്റഗറിയും കൂടി കൂട്ടിയിട്ട് 3000 സംതിങ് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഡയറക്റ്റായിട്ട് റിക്രൂട്ട്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു ജോബ് ന്യൂസിൻ്റെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്താൽ നമ്മൾ ഇനിയും ഇടുന്ന ജോബ് ന്യൂസ് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.